സന്ധ്യവട്ട എന്താണ് തീരുമാനിച്ചത്? സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. ഇവിടെ അല്ലെങ്കിൽ തന്നെ ഇവിടെ പ്രശ്നമുണ്ട്. പിന്നെ എന്തിനാ വെറുതെ സന്ദീപ് ആരും ഇങ്ങോട്ട് വലിക്കും? ഈ സ്നേഹത്തിന്റെ കടയിൽ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം. അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിന്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുത്. ഇതാ മുരളിയേട്ടൻ ചെറിയൊരു കലിപ്പിലാണ്. അതൊന്ന് ശരിയായി കൊടുക്കേണ്ടി വരും കേട്ടോ. കടല്, ആന, മോഹൻലാൽ, കെ മുരളീധരൻ, ഈ 4 പേരെ എത്ര കണ്ടാലും മലയാളികൾ മടുക്കില്ല. ഓക്കെ, മുരളിയേട്ടൻ ഹാപ്പിയാണ്. പ്രശ്നം കഴിഞ്ഞില്ല ഇനി കൊറേ ഉണ്ട്. ചിരിച്ചിരി മണ്ണ് തപ്പും. നിന്റെ ഒരു കോമഡി പറഞ്ഞടാ. ഒരു സംഭവവികാസം ഉണ്ടാകുമ്പോൾ ചിലർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഞാൻ ചിലത് തുറന്നു പറയുന്ന ആളാണ്. അയ്യോ പോട്ടെ മുരളിയേട്ടന്റെ ഒരു നിലപാട്. ശ്രീ സന്ദീപ് വാര്യർ തന്നെ പൂർണ്ണമായിട്ടൊരു കോൺഗ്രസ്സുകാരനായി മാറിക്കൊഴിഞ്ഞു. മുരളിയേട്ടൻ എന്തൊക്കെയായിരുന്നു? ആന, കടൽ, മോഹൻലാൽ, കെ മുരളീധരൻ, ഈ 4 പേരെയും മലയാളികൾക്ക് ഒരിക്കലും മടുക്കില്ല. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. പഴയ കാര്യത്തിൽ സന്ദീപ് ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ നിലപാട് മാറ്റാത്തതുള്ളൂ. ആ നിലപാടെന്ന് പറയുന്നത് CPM-ന്റെ ജനവിരുദ്ധ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുക എന്നുള്ള നിലപാടാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ VD സതീശൻ ഇപ്പൊ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പിണറായി വിജയനോട് ചേർന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ VD സതീശൻ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ അങ്ങനെ തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? കേരളത്തിലെ CPIM-മായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. ആർക്കും കൺഫ്യൂഷൻ ആകരുത്. ആദ്യം കോൺഗ്രസ് CPM അഡ്ജസ്റ്റ്മെന്റ്, ഇപ്പോ പാർട്ടി വിട്ടപ്പോ BJP CPM അഡ്ജസ്റ്റ്മെന്റ്. ഇത് കാത്തുവെച്ച സർപ്രൈസ്. തീർച്ചയായിട്ടും